വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾക്കാർക്ക് കൂടുതൽ എനിക്ക് തോന്നണം നല്ലത് ഈ ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ തന്നെയാണ്. മോക്ക് ടെസ്റ്റുകൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് PSC ഏത് വഴിക്കാണ് പോകുകയെന്നുള്ളത് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്കോർ ഏരിയ എന്നുള്ള മാർക്ക് ഒരു മാർക്ക് പോലും പോകാതെ നോക്കുക. ബാക്കിയുള്ള ഏരിയ ഫുൾ പഠനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിട്ട് അതിലെ മാർക്കുകൾ കൂട്ടി കൊണ്ടുവരിക. ഹായ്, നമസ്കാരം. എൻ്റെ പേര് പ്രജിത്ത്. ഞാൻ എറണാകുളം ചളിക്കോട്ടം സ്വദേശിയാണ്. ഞാൻ ഈ കഴിഞ്ഞ 2019 LDC നോട്ടിഫിക്കേഷൻ ലിസ്റ്റിൽ 11ാം റാങ്കായിട്ട് LDC ജോലിക്ക് കയറിയ വ്യക്തിയാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പൂത്തൃക്ക പഞ്ചായത്തിൽ LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു സെക്യൂർഡ് ജോബ് എന്നുള്ള ഒരു ആശയം മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആണ് PSC എഴുതിക്കൂടെ എന്ന് ചോദിച്ച് അങ്ങനെയാണ് ഞാൻ LDCയിലേക്ക് കടന്നു വന്നത്, PSC എന്നുള്ള ഒരു ഇതിലേക്ക് കടന്നു വന്നത്. അപ്പോൾ എനിക്ക് പഠിക്കാനായിട്ട് അങ്ങനെ അത്ര സമയം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ എൻട്രി ഉള്ള അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. എനിക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ എൻട്രി ഡൗൺലോഡ് ചെയ്യുകയും അതിലൂടെ ആണ് ഞാൻ പഠിച്ചിരുന്നത്. ഞാനപ്പോൾ ഈ വർക്കിലിരിക്കുമ്പോൾ തന്നെയാണ് LDC പഠിത്തം സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി. അപ്പോൾ എനിക്ക് അതിന് ഗൈഡൻസ് കൂടുതലായിട്ടും കിട്ടിയത് സുജേഷ് പുറക്കാട് സാറിൻ്റെ ഉള്ള ഗൈഡൻസ്, അതായത് എങ്ങനെ പഠിക്കണം. ഞാൻ മെയിനായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിത്തം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഫുൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഓരോ ടോപ്പിക് വൈസ് ആദ്യം സെലക്ട് ചെയ്ത്, പിന്നെ അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതായത് ഹോട്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് മേജറായിട്ട് മാർക്ക് കവർ ചെയ്യണത് ആ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിട്ട് അതിന് ശേഷമാണ് അതിലേക്ക് പഠിച്ചത്. ആ ഹോട്ട് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സ്ഥിരമായിട്ട് എൻട്രിയിൽ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഹോട്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാത്രം ആദ്യം കവർ ചെയ്ത് കോർ ഏരിയ കവർ ചെയ്ത് പഠിച്ചു. അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്കുകൾ അതിൻ്റെ ഒപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് മാർക്ക് നമ്മൾ കുറേശ്ശെ കയറ്റിക്കൊണ്ട് വന്നത്. പഠിക്കാൻ നേരത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ ഏത് ഭാഗത്താണ് നമുക്ക് നെഗറ്റീവ് ഒരുപാട് വരണതെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഏരിയ വീണ്ടും പഠിക്കാനുള്ള ഒരു ഇത് ചെയ്യുമായിരുന്നു ഞാൻ. അതേപോലെ നെഗറ്റീവ് മാർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മാർക്ക് വലിയൊരു വില്ലൻ തന്നെയായിരുന്നു. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ എൻട്രി തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. തെറ്റിയ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് വീണ്ടും വെറുതെ ഇരിക്കാൻ നേരത്ത് അത് വർക്കൗട്ട് ചെയ്ത നെഗറ്റീവ് മാർക്ക് ഞാൻ നന്നായിട്ട് കുറച്ചുകൊണ്ട് വന്നായിരുന്നു. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ വർക്ക് ചെയ്യണവർക്കും നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടാൻ നേരത്ത് ആ സമയത്ത് പോലും നമുക്കത് ആപ്ലിക്കേഷനിലൂടെ ചെയ്ത് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് വളരെയധികം എനിക്ക് യൂസ്ഫുള്ളായി. പിന്നെ റിവിഷൻ മെയിനായിട്ട് ചെയ്യുമായിരുന്നു. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻട്രിയിലുള്ളതുകൊണ്ട് അതെല്ലാം സ്ഥിരമായിട്ട് ചെയ്ത് നോക്കുമായിരുന്നു. ഈ എൻട്രി പോലുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ നോക്കാൻ തന്നെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വർക്ക് ചെയ്യണോണ്ട് പഠിക്കാനുള്ള സമയം അധികം കിട്ടണില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ ഈ ജോലിയുടെ ഇടയിൽ ചെറിയ ഗ്യാപ്പുകൾ കിട്ടുമായിരുന്നു. ആ 1 മണിക്കൂർ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇരുന്ന് ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയങ്ങൾ കിട്ടുമായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് എൻട്രി ആപ്ലിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട് 3/4 മണിക്കൂർ ഒക്കെ മതി. അപ്പോൾ ആ സമയം നമുക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റി എൻട്രി യൂസ് ചെയ്തുകൊണ്ട്. അങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ വീട്ടിൽ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുള്ള സമയം ഒക്കെ വളരെയധികം യൂസ് ചെയ്ത് നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള ഒരാൾക്കാർക്ക് കൂടുതൽ എനിക്ക് തോന്നണം നല്ലത് ഈ ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ തന്നെയാണ്. അതുപോലെ വണ്ടി ഡ്രൈവ് ചെയ്യണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ക്ലാസ് പോലീസ് പഠിക്കാത്ത രീതിയിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് ചെവിയിൽ വെച്ച് കേട്ട് അങ്ങനെ പഠിക്കാനൊക്കെ പറ്റും. അങ്ങനെ യൂസ് ചെയ്തിരുന്നു. എൻട്രി ആപ്പ് എനിക്ക് ഒരു ലാസ്റ്റ് ലാപ്പിലെ പരീക്ഷയുടെ ലാസ്റ്റ് മിനിറ്റിലുള്ള ആ ഒരു ഓട്ടത്തിൽ എനിക്ക് എൻട്രി ആപ്പ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ഞാൻ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ആൻസർ കിട്ടാതിരുന്ന ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 1000-ലധികം ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ ക്വസ്റ്റ്യൻസ് കിട്ടാത്തത് ഏത് ടോപ്പിക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ടോപ്പിക്ക് വീണ്ടും പഠിച്ച് അങ്ങനെ റിവിഷൻ നടത്തിയിരുന്നു. അതൊക്കെ ഒരുപാട് എനിക്ക് യൂസ്ഫുള്ളായിരുന്നു. അതുപോലെ ക്ലാസ്സുകൾ, നമുക്ക് അറിയാത്ത ക്ലാസ്സുകൾ മാത്രം എത്ര പ്രാവശ്യം വേണമെങ്കിലും
പ്ലേ ചെയ്യാം. അതേപോലെ 2x സ്പീഡിലിട്ട് പ്ലേ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു 30 മിനിറ്റ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ അത് നമുക്ക് കേട്ട് അത്ര സമയം ലാഭിക്കാം. അങ്ങനെ എൻട്രി ആപ്പ് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രദീപ് സാറിൻ്റെ ക്ലാസ്സുകൾ, രഞ്ജിത്ത് ആർ കെ തഴവ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണെന്ന്, PSCയുടെ ട്രെൻഡ് എന്താണെന്ന് അറിയാനായിട്ട് ഏറ്റവും നല്ലത് മോക്ക് ടെസ്റ്റുകളാണ്. എൻട്രിയിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകളുണ്ട്. ആ മോക്ക് ടെസ്റ്റുകൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന മോക്ക് ടെസ്റ്റുകൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് PSC ഏത് വഴിക്കാണ് പോകുന്നതെന്നുള്ളത് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് എങ്ങനെ പഠിക്കണം, ഇനി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഒന്ന് മാറ്റി പിടിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യണത് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് ഒരുപാട് ചെയ്യുമായിരുന്നു. പുതിയ മോക്ക് ടെസ്റ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാൻ അത് വന്ന ഉടനെ മോക്ക് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് താഴെ ആപ്പിനകത്ത് ഉണ്ടാവും. അതിനകത്ത് ആ ടോപ്പിക്ക് കയറി ഒന്നല്ലെങ്കിൽ എൻട്രി തന്നെ പഠിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സ് ഉപയോഗിച്ചിട്ട് റാങ്ക് ഫയൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് അത് നമ്മൾ പഠിച്ച് എന്തായാലും അത് കംപ്ലീറ്റ് ആക്കി എടുക്കുമായിരുന്നു. അങ്ങനെ നെഗറ്റീവ് മാർക്സ് കുറച്ചുകൊണ്ട് വരാനും അതുപോലെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ എപ്പോഴും നോക്കിയിരുന്നു. മോക്ക് ടെസ്റ്റ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സ്, എൻട്രിയിൽ സ്പെഷ്യൽ ടോപ്പിക്സ് കൊടുക്കാറുണ്ട്. അത് യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് എപ്പോഴും നമ്മളൊരു സ്ട്രോങ് ഏരിയ ആയിട്ട് എടുക്കണം. എന്നാലേ അത് കുറച്ചും കൂടി മാർക്ക് മുന്നിലേക്ക് വരാനായിട്ട് നമ്മളെ സഹായിക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ LDC അല്ലെങ്കിൽ LGS ഏത് എക്സാം ആയാലും ഇപ്പോൾ PSC രംഗത്തേക്ക് വന്ന് പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് നിങ്ങൾ ആ സിലബസ് എന്താണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. ആ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് സിലബസിൻ്റെ ഒരു കോപ്പി എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം. ആ സിലബസ് മനസ്സിലാക്കി ആ സിലബസിൻ്റെ നോട്ട്സ് എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ആദ്യമേ ഉറപ്പുവരുത്തി ആ ഓരോ ടോപ്പിക്കായിട്ട്, പിന്നെ കോർ ഏരിയ ഏതിനാണ് മാർക്ക് കൂടുതൽ. ഇപ്പോൾ പുതിയ സിലബസ് അനുസരിച്ചിട്ട് കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക് ഉണ്ട്. അതേപോലെ മാത്സിന് 10, ഇംഗ്ലീഷിന് 10, മലയാളത്തിന് 10. ഇത്രം കവർ ചെയ്യുമ്പോൾ തന്നെ 50 മാർക്ക് നമ്മുടെ കയ്യിലായി. പിന്നെ ബാക്കിയുള്ള വൈഡായിട്ടുള്ള ടോപ്പിക്കാണ് ബാക്കി 50 മാർക്കിൻ്റെ. ആ ഏരിയയിൽ നിന്ന് നിങ്ങൾ പരമാവധി സ്കോർ ചെയ്യണ അനുസരിച്ചിട്ട് നിങ്ങൾ റാങ്ക് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സിലബസ് അനുസരിച്ചിട്ട് ആ ടോപ്പിക്കുകൾ, കോർ ഏരിയ മാർക്ക് വന്ന ടോപ്പിക്കുകൾ ആദ്യം ഒന്ന് കവർ ചെയ്തിട്ട് ബാക്കിയുള്ളത് ആണ് ബാക്കി ഫുൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടത്. ആ കോർ ഏരിയ എന്നുള്ള ഒരു മാർക്ക് പോലും പോകാതെ നോക്കുക. ബാക്കിയുള്ള ഏരിയ ഫുൾ പഠനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിട്ട് അതിലെ മാർക്കുകൾ കൂട്ടി കൊണ്ടുവരിക. അതിൻ്റെ ഇടയിൽ നിങ്ങളെപ്പോഴും ഈ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റീസെൻ്റ് കഴിഞ്ഞ PSC എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്ത് അതിലെ നിങ്ങൾ വീക്ക് ഏരിയാസ് കണ്ടെത്തി അത് പഠിക്കുക. അത് എൻട്രിയിലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ വീക്ക് ഏരിയാസ് സെപ്പറേറ്റ് എഴുതി താഴെ കാണിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ്സ് കുറയും, മാർക്ക് കയറി വരും. അപ്പോൾ എപ്പോഴും സിലബസാണ് നിങ്ങളുടെ മെയിൻ. ആ സിലബസ് അനുസരിച്ചിട്ട് പഠിക്കുക. പിന്നെ റീസെൻ്റ് PSCയിൽ വന്ന ചേഞ്ചസ് മനസ്സിലാക്കുക. അതായത് ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്ന ചേഞ്ചസ്, റീസെൻ്റ് നടന്ന എക്സാമിൽ നോക്കിയാൽ അറിയാം അവർ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഏത് ഇതിൽ നിന്നാണ്. ഇപ്പോൾ SSC ലെവലിൽ നിന്നുള്ള, ഇംഗ്ലീഷിൽ നിന്നൊക്കെ SSC ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള മാറ്റങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അതേപോലെ സുജയ് സാറിനെ പോലുള്ളവർ നല്ല ഗൈഡൻസ് തരും. അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി എപ്പോഴും നല്ലൊരു ഗൈഡൻസിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പുതിയതായിട്ട് വന്നവരോട് പറയാനുള്ളത്. അതിപ്പോൾ സ്വന്തമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻട്രി പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്വന്തമായിട്ട് പഠിച്ചാലും, പിന്നെ കമ്പൈൻ സ്റ്റഡി എപ്പോഴും വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട്. നമ്മളുടെ മൂഡ് അനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് ഡൗൺ ആവാനൊക്കെ സാധ്യതയുണ്ട്. ആ സമയത്ത് കമ്പൈൻ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ വേറെ ആൾ അതിനനുസരിച്ചിട്ട് കൂടുതൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനി പുതിയതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ PSCയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും നല്ലൊരു റാങ്കിലേക്ക് നിങ്ങളും കടന്നു വരട്ടെ. നിങ്ങളും ഒരു നല്ലൊരു പബ്ലിക് സർവീസിൽ നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.